ഇത്തവണത്തെ പെരുന്നാൾ ഫാമിലിക്കൊപ്പം ഏവർക്കും ഫാമിലിയുടെ ബലിപെരുന്നാൾ ആശംസകൾ. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച വിശ്വസാഹോദര്യത്തിന്റെ വിളംബരമായി മാറുകയാണ് ഈദ് ആഘോഷം. ഈദുൽ അദ്ഹ അഥവാ ആത്മസമർപ്പണത്തിന്റെ ആഘോഷമെന്നാണ് ബക്രീദ് അറിയപ്പെടുന്നത്. തിരൂരിലെ വിവിധ മസ്ജിദുകളിൽ ഈദ് നമസ്കാരം നടന്നു. ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച വിശ്വസാഹോദര്യത്തിന്റെ വിളംബരമായി മാറുകയാണ് ഈദ് ആഘോഷം. ഈദുൽ അദ്ഹ അഥവാ ആത്മസമർപ്പണത്തിന്റെ ആഘോഷമെന്നാണ് ബക്രീദ് അറിയപ്പെടുന്നത്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകളില്ലാത്ത മക്കയിൽ ഒരുമിക്കുന്ന വിശ്വാസികളുടെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ബക്രീദ്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ ബലിയർപ്പിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയോട് മനസ്സു പതറാതെയാണ് ഇബ്രാഹിം നബി പ്രതികരിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമിഅല്ലാഹു ലിമൻ ഹമിദഹു. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ഭക്തി പ്രകടമാക്കിയ ഇബ്രാഹിമിനെ നാഥൻ ചേർത്തുപിടിച്ചതായാണ് വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായ ചില മാതൃകകളുണ്ട്. അതിലൊന്ന്, ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റു മതസ്ഥരോട് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. സൗഹാർദ്ദം ഒരിക്കലും വിശ്വാസ ലയനമല്ല എന്ന് പഠിപ്പിക്കുന്ന മില്ലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരൂരിലെ വിവിധ മസ്ജിദുകളിൽ ഈദ് നമസ്കാരം നടന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. സമാധാനം ഈ നാട്ടിൽ പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളും സമവർത്തിത്വത്തോടുകൂടി കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഈ രാജ്യത്തിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ, അങ്ങനെ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ പ്രേരിപ്പിക്കാൻ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ ഈ ദേശത്തിലെ തന്നെ വലിഞ്ഞുകയറി വന്നവരോ പെറ്റുപെരുകുന്നവരോ ആയി ഉത്തരവാദപ്പെട്ടവർ നാടുനീള നടന്ന് പ്രസംഗിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ഇലക്ഷൻ മുന്നോട്ട് പോയത്. അല്ലാഹുവിന്റെ നടപടിക്രമമനുസരിച്ച് വളയമില്ലാതെ അങ്ങനെ ചാടാൻ ഒരു ധിക്കാരിയെയും ഒരു നിശ്ചിത കാലയളവിനപ്പുറം റബ്ബ് അനുവദിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. തിരൂർ മസ്ജിദ് സ്വഫയിൽ വി.ടി. അബ്ദുള്ള കോയ തങ്ങളുടെ നേതൃത്വത്തിലും മസ്ജിദ് അൽ ഹിക്മയിൽ ഹാരിസ് കായ്ക്കൊടിയുടെ നേതൃത്വത്തിലും ഈദ് നമസ്കാരം നടന്നു. അല്ലാഹു അക്ബർ.